ഗോസ്റ്റ് റൈഡർ ഈസ് ബാക്ക്. മാർവൽ ഫാൻസ് കുറെ കാലമായി ആഗ്രഹിക്കുന്ന സിനിമ അവർ ആഗ്രഹിച്ച നായകനിലൂടെ തന്നെ പുറത്തിറങ്ങാൻ പോകുന്നു. റയാൻ ഗോസ്ലിംഗ് ആസ് ഗോസ്റ്റ് റൈഡർ. ബ്ലാക്ക് പാന്തർ 3യും സ്പൈഡർമാൻ 5ഉം ഷാങ്-ചി 2ഉം എല്ലാമാണ് മാർവലിന്റെ പ്ലാനിലെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതിൽ ബ്ലാക്ക് പാന്തർ 3യും മാർവൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ജോൺസൺ ബ്ലാക്ക് പാന്തറായി എത്തുന്ന സിനിമ റയാൻ കൂഗ്ലർ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഗോസ്റ്റ് റൈഡർ ആകട്ടെ എത്തുന്നത് ഷോൺ ലെവിയുടെ ഡയറക്ഷനിലും. 1972 ജോണി ബ്ലേസ് എന്ന ഗോസ്റ്റ് റൈഡറിന്റെ ആദ്യ കോമിക് മാർവൽ പുറത്തിറക്കുന്നത്. തീ പിടിച്ചൊരു ബൈക്കിൽ തലയോട്ടിയിൽ തീ പിടിച്ച ഒരു സൂപ്പർ നാച്ചുറൽ ആന്റി ഹീറോ. അതിനു മുന്നേയും മാർവൽ ഗോസ്റ്റ് റൈഡർ എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചിട്ടുണ്ട്. 1967 ഗോസ്റ്റ് റൈഡർ പക്ഷെ ഒരു വെസ്റ്റേൺ കൗബോയ് ഹീറോ ആയിരുന്നു. പിന്നീട് മാർവൽ ജോണി ബ്ലേസിനെ അവതരിപ്പിച്ചപ്പോൾ ആ കൗബോയ് ഫാൻഡം റൈഡർ എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. 90കളിൽ മാർവൽ മറ്റ് സ്റ്റുഡിയോകൾക്ക് വിറ്റഴിച്ച ക്യാരക്ടറുകളിൽ ഒന്നായിരുന്നു ഗോസ്റ്റ് റൈഡർ. കൊളംബിയ പിക്ചേഴ്സ് വഴി സോണിക്കായിരുന്നു അതിന്റെ റൈറ്റ്. 2007 സോണി ആദ്യത്തെ ലൈവ് ആക്ഷൻ ഗോസ്റ്റ് റൈഡർ സിനിമ നിർമ്മിച്ചു. നിക്കോളാസ് കേജിനെ നായകനാക്കി മാർക്ക് സ്റ്റീവൻ ജോൺസൺ സംവിധാനം ചെയ്ത സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി. ഗോസ്റ്റ് റൈഡറിന്റെ ഒറിജിൻ സ്റ്റോറി ആയിരുന്നു സിനിമയുടെ പ്ലോട്ട്. പണ്ട് ഗോസ്റ്റ് റൈഡറിന്റെ മലയാളം ഡബ് ചാനലിലൂടെ വന്നിരുന്നു. കേരളത്തിലും ക്യാരക്ടറിന് വലിയ ഫാൻ ബേസ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആ മലയാളം ഡബ്ബിംഗ് ആണ്. 2012 സിനിമയുടെ സീക്വൽ എത്തി, ഗോസ്റ്റ് റൈഡർ സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ്. ആദ്യ ഭാഗത്തിന് കിട്ടിയതിനേക്കാൾ ദയനീയമായ റെസ്പോൺസ് ആയിരുന്നു രണ്ടാം ഭാഗത്തിന് കിട്ടിയത്. ഇതോടെ ഫ്രാഞ്ചൈസി മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന തീരുമാനത്തിൽ സോണി എത്തി. സ്പൈഡർമാന് കൂടുതൽ ഫോക്കസ് കൊടുക്കാനും അവർ തീരുമാനിച്ചു. സോണി പുതിയ സിനിമ നിർമ്മിക്കുന്നില്ല എന്നായതോടെ 2013 കാലഘട്ടത്തിൽ ഗോസ്റ്റ് റൈഡറിന്റെ റൈറ്റ്സ് മാർവലിലേക്ക് തിരികെ എത്തി. 2013 മാർവൽ ടെലിവിഷൻ തുടങ്ങിയ ഏജന്റ്സ് ഓഫ് ഷീൽഡ് എന്ന സീരീസിൽ ഗോസ്റ്റ് റൈഡർ എന്ന ക്യാരക്ടറെ അവതരിപ്പിച്ചു. നിക്കോളാസ് കേജിന്റെ ജോണി ബ്ലേസ് ആയിരുന്നില്ല ആ ക്യാരക്ടർ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു അപ്രോച്ച് ആയിരുന്നു മാർവൽ സ്വീകരിച്ചത്. റോബി റൈസ് എന്ന പേരുള്ള ക്യാരക്ടറാണ് സീരീസിൽ ഗോസ്റ്റ് റൈഡറായി എത്തുന്നത്. ഗബ്രിയേൽ ലൂണയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ബൈക്കിന് പകരം കാറുമായി നടക്കുന്ന ഗോസ്റ്റ് റൈഡറായാണ് സീരീസിൽ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജോണി ബ്ലേസ് ആ യൂണിവേഴ്സിൽ ഉണ്ടെന്ന ഹിന്റും സീരീസ് നൽകിയിരുന്നു. പിന്നീട് ലൂണയുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു സോളോ സീരീസ് പ്ലാൻ ചെയ്തെങ്കിലും ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണം അത് ക്യാൻസൽ ചെയ്തു. MCUവിൽ തന്നെയാണ് സീരീസിന്റെ കഥയും നടന്നത് എന്നുകൊണ്ട് തന്നെ ഇപ്പോഴത്തുന്ന റയാൻ ഗോസ്ലിംഗിന്റെ കഥ എന്താകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. MCU സിനിമകളിലെ ഗോസ്റ്റ് റൈഡറിന്റെ ഡെബ്യൂ ആയിരിക്കും പുതിയ സിനിമ. 2028 ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. സ്ട്രേഞ്ചർ തിങ്സ്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ, നൈറ്റ് അറ്റ് ദ മ്യൂസിയം, ആഡം പ്രൊജക്ട് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ ഷോൺ ലെവിയാണ് ഗോസ്റ്റ് റൈഡറിന്റെ ഡയറക്ടർ. റയാൻ ഗോസ്ലിംഗ് ഏറെ നാളുകൾക്ക് മുന്നേ തന്നെ തനിക്ക് അഭിനയിക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള മാർവൽ ക്യാരക്ടർ ഗോസ്റ്റ് റൈഡർ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിനും ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റായി മാറി. ഫാൻസും ഏറെ എക്സൈറ്റഡ് ആണ്. ബ്ലാക്ക് പാന്തറിന്റെ 3ാം ഭാഗവും കഴിഞ്ഞ ദിവസത്തെ കോമിക് കോണിൽ മാർവൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. റയാൻ കൂഗ്ലർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഡേവിഡ് ജോൺസൺ ആണ് ടിച്ചാലയുടെ മകനായി ബ്ലാക്ക് പാന്തറായി എത്തുന്നത്. 2028 ഡിസംബറിലാണ് സിനിമ റിലീസ് ചെയ്യുക. ഡൂംസ്ഡേയുടെ പുതിയ ട്രെയിലറും കോമിക് കോണിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന സിനിമകളിൽ ഒരുപാട് സർപ്രൈസുകൾ മാർവൽ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.